യേശുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 1-2 വാക്യങ്ങൾ. ആകയാൽ സഹോദരരെ, ദൈവത്തിൻ്റെ കാരുണ്യവും അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നമുക്ക് ദൈവത്തിൻ്റെ നന്മകളും തിന്മകളും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നും സജീവ ബലിയായി നമുക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന യേശുവിൻ്റെ ശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ജീവനുണ്ട്. ജീവൻ ആത്മാവിൻ്റെ തുടിപ്പാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ പരിശുദ്ധാത്മാവ് നിറയുന്ന മക്കളായി ജീവിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരിക്കലും ഈ ലോകത്തിന് അനുരൂപരാകരുത്. നമ്മളുടെ മനസ്സിൻ്റെ നവീകരണം വഴി നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മുന്നോട്ട് പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഹിതം എന്തെന്നും നല്ലതും ചീത്തയും എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോഴും നമുക്ക് കഴിയും. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കണം. ഹല്ലേലൂയ. ലോകം പലതും കാട്ടിക്കൂട്ടും പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റേത് ഒരൊറ്റ അഭിപ്രായമാണ്, സ്നേഹം. ദൈവം എന്താ പറയുന്നത്? നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഹല്ലേലൂയ. നമുക്ക് പരസ്പരം സ്നേഹിക്കാം, പരസ്പരം മറ്റുള്ളവരെ ബഹുമാനിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി നന്മകൾ ചെയ്യാം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മാറാം. ഹല്ലേലൂയ. അങ്ങനെ സ്വർഗീയ പിതാവിൻ്റെ മക്കളായി മാറാം. പിതാവായ ദൈവമേ, അങ്ങയുടെ വാത്സല്യക്കരം എല്ലാ മക്കളുടെ കൂടെ ഇരിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവെ, അവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയുള്ള മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയില്ലാതെ അലയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ച, കുടുംബം നോക്കാതെ നടക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയായിപ്പോയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അപ്പച്ച, സ്വർഗത്തിലെ പിതാവേ, അങ്ങയുടെ കരം നീട്ടണമേ കർത്താവേ. കർത്താവിൻ്റെ പൊന്നോമന മക്കളായി ഇവരെ എല്ലാം തിരഞ്ഞെടുക്കണമേ യേശുവേ. ഒരുവൻ പോലും നശിച്ചു പോകുന്നത് അങ്ങേക്ക് ഇഷ്ടമല്ലല്ലോ കർത്താവേ. ഇന്ന് പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യം, എന്തൊക്കെ ആവശ്യങ്ങളാണ് ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും എന്ന് വെച്ചാൽ അതെല്ലാം കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവരെ എല്ലാം അങ്ങ് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് മൂടണമേ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് മൂടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഓരോ മക്കളുടെ മേലും എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ ഓരോ മക്കളുടെ മേലും എഴുന്നള്ളി വരണമേ. ഈ വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളുടെയും മേൽ കർത്താവേ അങ്ങ് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അവർ ശക്തി പ്രാപിച്ച് പിതാവെ അനുഗ്രഹിക്കപ്പെട്ട മക്കളായി ജീവിക്കാൻ അവരെ എല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എല്ലാ വ്യക്തി ജീവിതങ്ങളോടും ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമീൻ. കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ നിരന്തരം നിങ്ങളെ ഓർക്കും. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.